എൻ്റെ സഹോദരന്മാരെ, കേരള ലേബർ മൂവ്മെൻറ്റ് ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരായ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി നിരവധിയായ പൊന്തുവള്ളങ്ങൾ നിർമ്മിച്ച് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുകയാണ്. എല്ലാ കാലത്തും മത്സ്യത്തൊഴിലാളികളോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കുവാൻ ആലപ്പുഴ രൂപത എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ആലപ്പുഴ രൂപതയുടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ വ്യക്തിപരമായും ഏറെ ഗുണം ചെയ്തിട്ടുള്ള ഒരു എളിയ രൂപത അംഗം കൂടിയാണ് ഞാൻ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി രൂപത എല്ലാ കാലത്തും സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇന്ന് പിതാവിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ രൂപത തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ജീവൽ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് പൊന്തുവള്ളങ്ങൾ നൽകുന്നത്. എൻ്റെ അപ്പച്ചനും പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാനും അതേപോലെ തന്നെ എൻ്റെ കോളേജ് കാലം മുതൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നയാളാണ്, ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വലിയ വള്ളങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അനിയന്ത്രിതമായ വിലക്കയറ്റവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങളും മണ്ണെണ്ണക്കടവും ഒക്കെ കാരണം നമ്മുടെ സഹോദരങ്ങൾ പതിയെ വലിയ തൊഴിലുകൾ അവസാനിപ്പിച്ച് പൊന്തുവള്ളങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തീരദേശത്ത് പൊന്തുവള്ളങ്ങളുടെ എണ്ണം കൂടിയത്. പൊന്തുവള്ളങ്ങളുടെ ഒരു സാധ്യത ഭീമമായ ഇന്ധന ചെലവ് ഭയപ്പെടാതെ എല്ലാവർക്കും കടലിൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പൊന്തുവള്ളങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ രീതിയിൽ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തി മത്സ്യബന്ധന മേഖലയിലേക്ക് അത് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. തീരദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടയാളെന്ന രീതിയിൽ കൂടുതലായി സർക്കാരിൻ്റെ സഹായങ്ങൾ ഈ മേഖലയിൽ എത്തിക്കുവാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എപ്പോഴും പിതാവ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് അക്ഷരം പ്രതി പാലിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് പിതാവിനോട് ഞാനിപ്പോൾ ഒരു അനുവാദം വാങ്ങിയാണ് ആദ്യമേ സംസാരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ നമ്മുടെ പ്രായമായ ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചിമാരും കാണാൻ വീട്ടിൽ നിൽക്കുകയാണ്. 100-ലധികം ആളുകളായി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പിതാവിൻ്റെ അനുവാദം വാങ്ങിച്ച് ആദ്യമേ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ പിതാവിൻ്റെ അനുവാദത്തോടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട്, എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട്, ഇത് വലിയ ഒരു മുന്നേറ്റമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരള ലേബർ മൂവ്മെൻറ്റിന് പ്രത്യേകമായി പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതൽ കരുത്തുണ്ടാവട്ടെ, അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.